വീഡിയോയിൽ നമ്മളൊരു ഹാർഡ്സ്കേപ്പ് സെറ്റപ്പ് ആണ് നോക്കാൻ പോകുന്നത്. അക്വാസ്കേപ്പിംഗിന്റെ ഇൻട്രസ്റ്റിംഗ് പോർഷൻ എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു ഹാർഡ്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ്. ഹാർഡ്സ്കേപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻസ് ഒക്കെ ആഡ് ചെയ്തതിന് മുമ്പുള്ള ആ ഒരു ബേസിക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഹാർഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഹാർഡ്സ്കേപ്പ് അല്ലെങ്കിൽ ആ ഒരു പോർഷൻ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യാറ്. ഇപ്പൊ ഞാനൊക്കെ സ്കേപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാലൊക്കെ ഉണ്ടല്ലോ, ഒരു 80% എൻ്റെ ടൈം സ്പെൻഡ് ആവുന്നത് ഹാർഡ്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെയാണ്. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്വേറിയത്തിന്റെ ഭംഗി നിശ്ചയിക്കുന്നത് തന്നെ ഒരു ഹാർഡ്സ്കേപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വെള്ളമൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രിഫ്റ്റ് ഔട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്ന റോക്കിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ നമ്മുടെ സബ്സ്ട്രേറ്റ് ഒക്കെ ഡിസ്റ്റർബ് ആകും എന്തായാലും. അതുപോലെ തന്നെ സബ്സ്ട്രേറ്റിലുള്ള അമോണിയ ഒക്കെ ഉണ്ടാവില്ല, അമോണിയ വന്നിട്ട് വാട്ടറിലേക്ക് ലീച്ച് ആവാനും സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫിഷസ് ഡൈ ആവാനും സാധ്യതയുണ്ട്. അപ്പം പരമാവധി നമ്മൾ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം, അല്ലെ വെള്ളമൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഹാർഡ്സ്കേപ്പ് ഒന്നും ചേഞ്ച് ചെയ്യാതിരിക്കാൻ നോക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനീഷ്യൽ ടൈമിൽ നമ്മൾ ഹാർഡ്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആ വിചാരിച്ച ആ ഒരു വിഷ്വൽ ഇമ്പാക്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ അക്വാസ്കേപ്പ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ, നമ്മളിപ്പം കുറച്ച് കല്ലോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പിനെയല്ല നമ്മൾ അക്വാസ്കേപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. എന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഒന്നും അല്ല, പക്ഷെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച ഒരു ഭംഗി, എന്താ പറയുക, നിങ്ങൾ എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയത്, റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയത്, ഒരു സീനറി നോക്കിയിട്ട് നമ്മൾ അതുപോലെ ചെയ്യാനൊക്കെ അല്ലേ നോക്കുക. അപ്പം ആ ഒരു ഭംഗി നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലാണ്. അപ്പം ഇന്ന് നമ്മൾ ഒരു ഹാർഡ്സ്കേപ്പ് സെറ്റപ്പ് നോക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മളുണ്ടല്ലോ ഏത് ഷേപ്പിലാണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കണം. കോമൺ ആയിട്ട് ഒരു 3 ഷേപ്സ് ആണ് ഉള്ളത്. ആദ്യത്തെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ നമ്മളെ ഹാർഡ്സ്കേപ്പ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മളെ പ്ലാന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ വെച്ചാൽ കുറച്ച് കൂടുതൽ ഇവിടെ കൂടുതലായിരിക്കും. ഇപ്പം ഞാൻ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇവിടെ കൂടുതലും ഇവിടെ വരുമ്പോൾ കുറവായിരിക്കും. എന്ന് പറയുമ്പോൾ ഈ ഭാഗം എംപ്റ്റി ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പ് എന്ന് പറയുന്നത്. എൻ്റെ നാനോ ടാങ്ക് ഞാൻ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാൻ സ്കേപ്പ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി നിങ്ങളൊന്ന്. രണ്ടാമതെന്ന് പറയുന്നത് സി ഷേപ്പ്, അല്ലെങ്കിൽ നമ്മൾ സെൻട്രൽ നമ്മൾ ഫോക്കൽ പോയിന്റ് വരുന്ന രീതിയിൽ. ഇങ്ങനെയാകുമ്പോൾ കൂടുതലും ഈ ഹിൽ ഷേപ്പിലൊക്കെയാണ് ആ സ്കേപ്പ് കൂടുതലും ചെയ്ത് കാണാറ്. അപ്പം ഈ 2 ഏരിയ എംപ്റ്റി ആയിരിക്കും, സെൻട്രലായിരിക്കും നമ്മുടെ ഹാർഡ്സ്കേപ്പ് ഉണ്ടായിരിക്കുക. മൂന്നാമതെന്ന് പറയുന്നത് വി ഷേപ്പ് എന്ന് പറയുമ്പോൾ ഹാർഡ്സ്കേപ്സ് ഇവിടെ ഉണ്ടായിരിക്കും. ഇപ്പം ഇവിടെ നിന്ന് വന്നിട്ട് ഈ ഏരിയ ഇങ്ങനെ വരും, വി ഷേപ്പായിട്ട് വന്നിട്ട് ഇവിടെ മുകളിലത്തെ ഭാഗം ഇവിടെ എംപ്റ്റി ആയിട്ടായിരിക്കും, ഇവിടെ കുറവും ഇവിടെ കൂടുതൽ എന്ന രീതിയിൽ ഇങ്ങനെയായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ വി ഷേപ്പിലാണ് ടാങ്ക് ഒന്ന് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ADAയുടെ ടാങ്ക് ഞാൻ വി ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറേ പേര് അത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ ചാനലിൽ കയറിയിട്ടൊന്ന് നോക്കിയാൽ മതിയാവും. അപ്പം നമുക്ക് ഇന്നത്തെ ഹാർഡ്സ്കേപ്പിലേക്ക് നമുക്ക് പോകും. ഈ ഒരു ടാങ്ക് 1.5 ഫീറ്റ് സൈസിന്റെ ആണ്. ഇനി നമുക്ക് ഓരോന്നോരോന്നും പ്ലേസ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ഇതിൽ എക്രേറ്റ്സ് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഹെവി ആയിട്ടുള്ള റോക്സ് വെക്കുകയാണെങ്കിൽ എന്തായാലും എക്രേറ്റ്സ് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ബോട്ടം പോർഷനിൽ ഗ്ലാസ് ഒക്കെ ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വെക്കുന്ന കുറച്ചുകൂടി നല്ലതാണ്. ഇനിയിപ്പം നിങ്ങൾ ചെയ്യുന്ന ഹാർഡ്സ്കേപ്പിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ വേണമെങ്കിൽ വെച്ചാൽ മതി. അപ്പം പിന്നെയാണെങ്കിൽ ഇതിൽ ഞാൻ സബ്സ്ട്രേറ്റ് അഡിറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ചെറിയ ടാങ്കല്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്യാവുന്നുള്ളൂ. ഇത് മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ബെനിഫിഷ്യൽ ബാക്ടീരിയ ഒക്കെ പെട്ടെന്ന് ഗ്രോ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, സൈക്ലിംഗ് ഒക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അപ്പം ഇത് ഇനി ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സോയിൽ ഇടുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് ബോട്ടം പോർഷനിൽ ജസ്റ്റ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇത് ഇനി നമുക്ക് ഓരോ റോക്സ് ആയിട്ട് വെക്കുന്നതാണ്.
നമുക്ക് ഇത് ആക്ച്വലി പറഞ്ഞ ഒരു പസില് പോലെയാണ്. നമ്മുടെ സ്കേപ്പിനനുസരിച്ച് ഏതാണോ ഭംഗി തോന്നിക്കുന്ന ആ രീതിയിൽ നമുക്ക് ഓറിയന്റ് ചെയ്തും ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമുക്ക് ഇപ്പുറം വെക്കാം. ഞാൻ കൂടുതൽ ലെഫ്റ്റ് സൈഡ് പ്രിഫർ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഡ്രിഫ്റ്റ് വുഡ്സ് ഒക്കെ ആഡ് ചെയ്യാം. അതിന് മുമ്പുണ്ടല്ലോ, നമ്മൾ എപ്പോഴും മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഹാർഡ്സ്കേപ്പിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ ടാങ്കിനും കൂടി സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഞാനിപ്പം റോക്കിൻ്റെ മുകളിൽ ഡ്രിഫ്റ്റ് വുഡ് പ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഹാർഡ്സ്കേപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റോക്കിന് ഇപ്പം ഇത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി വലുതുമാണ്. ഇതാണെങ്കിൽ അത് സൂട്ടബിൾ ആയിട്ട് തോന്നിയില്ല, ഇതൊരു പെട്ടെന്നൊരു ഓടായിട്ട് തോന്നുന്നല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ സ്കേപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാങ്കിന് സൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വുഡാട്ടോ. നമുക്ക് റോക്കിന്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ലക്ക. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചൊക്കെ ട്രയലൊക്കെ ചെയ്യാം കേട്ടോ, എന്നിട്ടൊക്കെ ഹാർഡ്സ്കേപ്പ് ചെയ്താൽ മതി. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഒരു ഡ്രിഫ്റ്റ് വുഡ് കൂടി പ്ലേസ് ചെയ്യും. ചെറുത് തന്നെയാണ് നല്ലത്. എൻ്റെ കയ്യിലുള്ളതൊക്കെ ബാക്കിയൊക്കെ കുറച്ചും കൂടി നല്ല വലുപ്പമുള്ള ഡ്രിഫ്റ്റ് വുഡ്സാണ്. നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ട്രീ എഫക്റ്റിലൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ നല്ലതൊക്കെ ബിഗിനിങ് സ്കേപ്പാണ്. അതൊക്കെ പറഞ്ഞു നമുക്ക് വേറൊരു രീതിയിൽ വെച്ചാൽ റൂട്ട് ഫോർമേഷനൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ തിരിച്ചു വെച്ചിട്ട് ചെയ്താൽ മതിയാവും. പക്ഷെ അത് നമ്മൾ ഇതിന് ഫിക്സ് നമുക്ക് ഇനി ഇതിൽ കുറേ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ സോയിൽ ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി നല്ല എഫക്റ്റ് കിട്ടും ഇതിന്. ഓക്കെ, നമ്മളപ്പം മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോക്കൽ പോയിന്റ് ആണ്. എപ്പോഴും നമ്മുടെ ഫോക്കൽ പോയിന്റ് വെൽ ഡിഫൈൻ ചെയ്ത് കാണിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ടാങ്കിലേക്ക് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ആകർഷിക്കുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു പോർഷനാണ് നമ്മൾ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ടാങ്കിൽ ഈ ഡ്രിഫ്റ്റ് വുഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഈ ലെഫ്റ്റ് സൈഡിൽ ഡ്രിഫ്റ്റ് വുഡ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഏരിയനാണ് ഞാൻ ഫോക്കൽ പോയിന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ ഫോക്കൽ പോയിന്റ് സെൻറ്ററിൽ വെക്കാൻ പറ്റും, ഒരു ഓഫ് സെൻറ്റർ എന്ന രീതിയിൽ വേണം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫ്സിനൊക്കെ മനസ്സിലാവും ഞാൻ പറയുന്ന ആ ഒരു ഈ കാര്യങ്ങൾ. കാരണം നമ്മളിപ്പം ഇപ്പം നമ്മൾ ഈ ലേഔട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിക്കാം. ഇത് ഞാൻ ഇപ്പോൾ സെൻറ്ററിൽ പ്ലേസ് ചെയ്തു. നമ്മളിത് വി ഷേപ്പ് ലേഔട്ട് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ സെൻറ്ററിൽ പ്ലേസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കാണാമല്ലോ ഈ വ്യൂ. ഇതിൽ നിന്ന് കുറച്ചൊന്ന് നമ്മൾ ഓഫ് സെൻറ്ററിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഡിഫറൻസ് മനസ്സിലാവും. നമ്മുടെ ലേഔട്ടിന് തന്നെ ഒരുപാട് ഡിഫറൻസ് വരും നമ്മളെങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഈ കാര്യങ്ങളാണ് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ആണെങ്കിൽ ഇനി നമ്മൾ ഇതിനെ നമ്മൾ എന്താ പറയുക, റൂൾ ഓഫ് തേർഡ് എന്നും ഗോൾഡൻ റേഷ്യോ എന്നൊക്കെയാണ് ഇതിന് പറയാറ്. അതൊന്നും ഞാൻ വല്ലാണ്ട് ഡിഫൈൻ ചെയ്ത് പറയണില്ല. ഇനി നമ്മൾ ഈ ഒരു എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫോക്കൽ പോയിന്റ് നമ്മുടെ ടാങ്കിൽ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഇതൊരു ചെറിയൊരു വലിയ ബുദ്ധിമുട്ടില്ല. നമ്മുടെ ടാങ്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്തിട്ട് ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്കർ വെച്ചിട്ട് ലൈൻ ഡ്രോ ചെയ്ത് കാണിക്കാം.
നമ്മൾ ഈ ടാങ്കിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫോക്കൽ പോയിന്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഇത് നമ്മൾ 40-30 40 സെന്റിമീറ്റർ നീളം, ഇതും വിത്തും 30 സെന്റിമീറ്റർ ഹൈറ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണിക്കാൻ പോകണം. അപ്പോൾ 45 എന്ന് പറയുമ്പോൾ ഞാൻ 15 ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ 10 എന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ബോക്സ് വരയ്ക്കാം. എൻ്റെ കയ്യിൽ ചെറിയ സ്കെയിലാണുള്ളത്, നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ ടാങ്ക് ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ്. നിങ്ങളുടെ ടാങ്ക് സൈസ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതി. ഈ കാണുന്ന ഇതാണ് ഇന്റർസെക്ഷൻസ് എന്ന് പറഞ്ഞാൽ 1/3 ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ ഈ ഒരു ഏരിയയിലേക്ക് ഇവിടുന്ന്, ഇപ്പൊ ഇതൊക്കെയാണല്ലോ നമ്മുടെ ഇന്റർസെക്ഷൻ, ഈ ഒരു ഏരിയ ആണല്ലോ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ മെയിൻ ലെയേഴ്സ് വരാൻ പാടില്ല. പരമാവധി നമ്മൾ ഈ ഒരു ഫോക്കൽ പോയിന്റിന്റെ ഇതായിട്ട് വേണം നമ്മുടെ ലെയേഴ്സ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി, എന്നാലും നിങ്ങൾ ആ ഒരു ഭംഗി നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ ഈ ഏരിയയിലേക്കായിട്ട് വയ്ക്കാം. മാക്സിമം ഇങ്ങോട്ടേക്ക് നമ്മുടെ മെയിൻ ലെയേഴ്സ് വരാതെ നോക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള റോക്സും കൂടി ആഡ് ചെയ്യാം. ഒരു 2-3 റോക്സും കൂടി കൊടുക്കാം. ഇനി നമുക്ക് സോയിൽ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഫ്രണ്ട് പോർഷൻ നിന്നാണ് ഞാൻ സോയിൽ ഇടാൻ തുടങ്ങുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഒരു 3 സെന്റിമീറ്റർ ഒക്കെ തിക്നെസ് ഉള്ളതും മതിയാവും കേട്ടോ. നമ്മൾ കാരണം ബാക്ക് സൈഡിൽ കുറച്ച് കൂടുതൽ ഇടണം, അത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. സ്വതവേ ഉണ്ടല്ലോ, ഞാൻ ബാക്ക് സൈഡിൽ നിന്നാണ് സോയിലിട്ട് സ്റ്റാർട്ട് ചെയ്യാറ്. ഈ പ്രാവശ്യം ഞാൻ ഫ്രണ്ട് സൈഡിൽ നിന്നാണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ മെയിൻ കാരണം വെച്ചാൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാണ്ട്. എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ എപ്പോഴും ഒരു
3 സെന്റിമീറ്റർ വെച്ചാൽ ആ ഒരു തിക്നെസ്സിൽ, കുറഞ്ഞ തിക്നെസ്സിൽ വേണം നമ്മൾ സോയിൽ ആഡ് ചെയ്യാൻ വേണ്ടി. ബാക്കിലൊക്കെ ഒരു 10 to 13 സെന്റിമീറ്ററിലൊക്കെ നിങ്ങൾക്ക് ആ തിക്നെസ്സിൽ നിങ്ങൾക്ക് കൊടുക്കാം. എത്രത്തോളം നിങ്ങൾ സോയിലിട്ട് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, എത്രത്തോളം നിങ്ങൾ ആ ഒരു ഹൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു ഡെപ്ത് കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടാങ്കിലേക്ക് ഉള്ളിലേക്ക് ഇപ്പം ഒരാൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഉള്ളിലേക്ക് എന്തോ ഉള്ള പോലെയൊക്കെ അങ്ങനെ തോന്നും. എന്ന് പറഞ്ഞാൽ അപ്പം എത്രത്തോളം നിങ്ങൾക്ക് എന്താ പറയുക സോയിൽ ഇട്ടിട്ട് റേസ് ചെയ്യിക്കാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങൾക്ക് ആ ഡെപ്ത് ക്രിയേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്കാണിത്. ഇനിയിപ്പം ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമ്മൾ സ്റ്റെം പ്ലാന്റ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴുണ്ടല്ലോ, അതിൻ്റെ റൂട്ട്സ് ഒക്കെ നല്ല ഡീപ്പായിട്ട് ഗ്രോ ആവാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ആവുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ, നിങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണിച്ചു നോക്കി. അപ്പോൾ അവരൊക്കെ എന്താ പറയുക, വലിയൊരു ടാങ്ക് നമ്മൾ ചെയ്ത പോലെ ആയിരിക്കും അവർക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കുഞ്ഞു ടാങ്കിൽ ഈ ഒരു ഡെപ്ത് ക്രിയേറ്റ് ചെയ്തതാണ് നമ്മൾ ആ ഒരു വലിയൊരു ടാങ്കായിട്ട് അവർക്ക് തോന്നിക്കുന്നത്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ സോയിൽ മാത്രമല്ല, നിങ്ങൾക്ക് ലാവ ചിപ്സ് ഒക്കെ ഇടാൻ മതിയാവും. അപ്പം ഇതുപോലെ ലാവ റോക്സ് ഉണ്ടാവുമല്ലോ, റോക്സിൻ്റെ ചിപ്സ് കിട്ടും. ഇതാണ് ചിപ്സ്. ഇത് നമ്മുടെ ഫിൽട്ടർ ബാഗ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫിൽട്ടർ ബാഗ്. ഇങ്ങനെ ചെറിയൊരു ബാഗ് കിട്ടും നമുക്ക്. അതൊന്ന് ഫിൽട്ടർ ബാഗിൽ നമ്മൾ ഈ ലാവ ചിപ്സ് ഇട്ടിട്ട് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാകും. ഞാനിത് ഡയറക്റ്റ്ലി ആണ് കേട്ടോ ഇടുന്നത്, ഫിൽട്ടർ ബാഗ് ആഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടില്ല നിങ്ങൾ? ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടാങ്കിന് നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു റോക്സ് ആണ് ഇത്. നല്ല ബെനിഫിഷ്യൽ ബാക്ടീരിയ ഗ്രോ ആവാനൊക്കെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ പുറകിൽ ഒരുപാട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ലാവ ചിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പുറകിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സോയിൽ ഇട്ടാൽ മതിയാകും. അതിനാകുമ്പോൾ കുറച്ചും കൂടി ഹൈറ്റ് നന്നായിട്ട് നമുക്ക് കുറേ ഹൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ സോയിൽ ആഡ് ചെയ്യാം. ഇപ്പൊ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ, നമ്മുടെ സോയിൽ പുറകുനിന്ന് ഇങ്ങോട്ടേക്ക് ഒലിച്ച് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ടെറസ് പോലെ അല്ലെങ്കിൽ ഒരു ബാരിയർ പോലെ ഇതുപോലെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മുമ്പിലേക്ക് സോയിൽ അധികം വരില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ലാവ റോക്സ്. കാരണം വെച്ചാൽ ലാവ റോക്സ് ആകുമ്പോൾ നമ്മുടെ സോയിലിന്റെ ഏകദേശം ഒരു കളറൊക്കെ ആണല്ലോ. കാരണം നമുക്കിത് ഇങ്ങനെ പ്ലേസ് ചെയ്താൽ ബാക്കിൽ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ സോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിൽ പരമാവധി നമ്മൾ സോയിൽ അധികം ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒരു 3 സെന്റിമീറ്റർ ഒക്കെ ഇടാം. ഞാൻ അത്രയൊക്കെ ഇടാറുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ കാർപ്പറ്റ് പ്ലാന്റ്സ് ആണല്ലോ നമ്മൾ ആഡ് ചെയ്യുന്നതൊക്കെ. അപ്പം എന്തായാലും അതൊരു ഇഞ്ചും കൂടി അത് എന്തായാലും വളരും. പിന്നെയാണെങ്കിൽ ഭയങ്കര കട്ടിയായിട്ട് തോന്നിക്കും. ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു അൺസൈറ്റി ആയിരിക്കും. അപ്പം നമ്മളെന്തായാലും ഒരു 3 സെന്റിമീറ്റർ ഒക്കെ ഇടുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ ഈ സൈഡിലും കൂടി ഒന്ന് റോക്ക് വെക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴേ ഇവിടേക്ക് സ്ലോപ്പായിട്ട് ഫോം ആകും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഞാനൊരു നീറ്റ് അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കട്ടി കൂടുതൽ എന്ന രീതിയിലൊക്കെ. കാരണം നമ്മൾ എന്താ പറയുക, ഒരു നാച്ചുറൽ ഒരു സ്ഥലം. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാട് എടുക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ഏരിയ ഒക്കെ കണ്ടിട്ടുണ്ടോ? നമ്മളൊരു പ്ലെയിൻ സ്ലോപ്പ് അല്ലല്ലോ, ഒരു പ്ലെയിൻ സർഫസ് അല്ലല്ലോ. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു അവിടെ ഇവിടെയും കുറച്ചൊക്കെ ഒരു ബെൻഡൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊരു അതുകൊണ്ടാണ് ഞാനിത് ജസ്റ്റ് ഒരു സൈഡിൽ തിക്നെസ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ കൊടുക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി സോയിൽ ബാക്കിലായി.
നമുക്ക് ഡ്രിഫ്റ്റ് വുഡ് റോക്കായിട്ട് ഗ്ലൂ ചെയ്ത് വെക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോയിൽ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഗ്ലൂ ചെയ്താലും മതി. ഞാൻ സോയിൽ ആഡ് ചെയ്തതിന് ശേഷമാണ് ഗ്ലൂ ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു കോട്ടൺ എടുത്തിട്ട് നമ്മൾ എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെച്ചിട്ട് നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്നത് ലോക്ടൈറ്റിന്റെ 401 ഗ്ലൂ ആണ്. വേണമെങ്കിൽ അതിന്റെ മുകളിൽ ചെറുതായിട്ട് നമുക്ക് സോയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി. നനഞ്ഞ സോയിലോ അല്ലെങ്കിൽ ഈ സോയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ മതിയാവും. അതുപോലെ എല്ലാ സൈഡിലും നമ്മൾ കോട്ടൺ പ്ലേസ് ചെയ്യാം. ഞാനിനി ഇവിടെയും കൂടി ഒന്ന് ഈ ഒരു റോക്കും വുഡും തമ്മിൽ നമ്മൾ ഗ്ലൂ ചെയ്ത് വെക്കാം. ഈ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ഏരിയ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന കണ്ടിട്ട് വെച്ചാൽ ഇത്രയും ഗ്യാപ്പ് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട. കാരണം വെച്ചാൽ എന്തായാലും ഞാനിപ്പോൾ ഇവിടെയൊക്കെ അനുബിയസ് നാന ആഡ് ചെയ്യും. അപ്പോൾ അത് ഫുള്ളായിട്ട് കവർ ചെയ്യുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഒന്നും എന്തായാലും കാണില്ല. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വുഡിൻ്റെ ചെറിയ 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 പീസസ് ഒക്കെയാണ്. അപ്പോൾ ഇതുപോലത്തെ പീസസ് ഇതൊക്കെ നമുക്ക് എന്താ പറയുക, റൂട്ട് പോലെയൊക്കെ നമുക്ക് ഇതിങ്ങനെ വെച്ചു കൊടുക്കാനൊക്കെ പറ്റും. അപ്പം നമ്മളെ ഈ വലിയ വലിയ റൂട്ട്സ് ഒക്കെ ഫ്രണ്ടിലേക്കാണ് വെക്കേണ്ടത്. അതുപോലെ ചെറുതൊക്കെ ആകുമ്പോൾ ബാക്കിൽ വെക്കുന്നതായിരിക്കും ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇത് ഇതിൻ്റെ തന്നെയാണെന്ന് തോന്നും, ഈ വുഡിൻ്റെ ആണെന്ന് തന്നെ തോന്നും ഈ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾക്ക് അതുപോലെ ഉണ്ടല്ലോ, ഇതുപോലത്തെ വുഡ്സ് ഒക്കെ നിങ്ങൾക്ക് ബാക്കിൽ പ്ലേസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ ഇതിൽ പ്ലേസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ എന്തായാലും സ്റ്റെം പ്ലാന്റ്സ് ഒക്കെ വരുമല്ലോ, ആഡ് ആവുമല്ലോ. അപ്പോൾ അതിൽ അതൊക്കെ ബാക്കിലേക്ക് കുറച്ചും കൂടി നല്ല ചെറിയ ഇതുപോലത്തെ റൂട്ട്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ, നമ്മൾ ഈ ഇതൊക്കെ ഗ്ലൂ ചെയ്ത് വെക്കണം, ആഡ് ചെയ്ത് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇത് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ പരമാവധി എല്ലാവരും ഗ്ലൂ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹാർഡ്സ്കേപ്പ്. ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡെപ്തിന്റെ കാര്യം. അപ്പോൾ ആ ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ഒന്നും ദയവേത് ആഡ് ചെയ്യാൻ നിൽക്കരുത്. പരമാവധി ഫൈൻ ലീവ്സ് ഒക്കെ ഉള്ള നമ്മുടെ ഈ റൊട്ടാലെ, ഗ്രീൻ റൊട്ടാലെ, HRA അല്ലെങ്കിൽ ഹിമാന്തിയസും ഒക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് കുറച്ചൊന്നും നമ്മുടെ ഈ ഫോക്കൽ പോയിന്റ് നമ്മുടെ ഈ വുഡ് ഏരിയ ആണല്ലോ, ഇതൊന്ന് ഹൈലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് റെഡ് കളർ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഗ്രോ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ട്രിം ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയ എംപ്റ്റി ആക്കിയിട്ട് വേണം നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കാം. ബാക്കിൽ നല്ല ബുഷായി നിൽക്കുന്ന രീതിയിലും
ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വി ഷേപ്പിലാണ് നമ്മളെ ഈ ഒരു ലേഔട്ട് കിടക്കുന്നത്. ആ ഒരു ഷേപ്പ് നമുക്ക് എപ്പോഴും ആ ട്രിം ചെയ്യുന്ന സമയത്ത് നമ്മളത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. പിന്നെ കുറേ പേര് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, നമ്മുടേത് ഈ ഒരു ടാങ്കിൻ്റെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു വുഡാണല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ റെഡ് പ്ലാന്റ് വെക്കുമ്പോൾ അത് നല്ലൊരു ഹൈലൈറ്റാണ്. പക്ഷെ കൂടുതൽ പേര് എന്താ വെച്ചാൽ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ റെഡ് പ്ലാന്റ്സ് ഒക്കെ വെക്കും. അപ്പം നമ്മുടെ ഒരു വ്യൂ തന്നെ നമ്മൾ നോട്ടം തന്നെ മാറിപ്പോവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോക്കൽ പോയിന്റ് എവിടെയാണോ അവിടെ വേണം ഹൈലൈറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ പോലെ ബാക്ക് സൈഡിൽ ഫൈൻ ലീവ്സ് ഒക്കെ ഉള്ള പ്ലാന്റ്സ് ആഡ് ചെയ്യും. ഞാൻ ഈ വുഡിൻ്റെ മുകളിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ എന്താ പറയുക മിനി ക്രിസ്മസ് മോസ് ഒക്കെ ആയിരിക്കും ആഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോണ്ടല്ലോ നമ്മുടെ ലേഔട്ടൊക്കെ ആയിട്ട് മേർജായിട്ട് നിൽക്കും. അപ്പം നല്ല ഭംഗി ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു ഇതും നിങ്ങൾക്ക് തോന്നിയില്ല ആ സമയത്ത്. ഇനി ഞാനിപ്പോൾ ഫ്രണ്ട് പോർഷനിലൊക്കെ ഞാൻ പ്ലാന്റ്സ് ആഡ് ചെയ്യുകയാണെങ്കിലൊക്കെ ഉണ്ടല്ലോ, മോണ്ടക്കാർലോ അല്ലെങ്കിൽ ക്യൂബ പോലത്തെ പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും ഞാൻ ഫ്രണ്ടിൽ ആഡ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഇതൊന്ന് മാച്ച്. ഇനിയിപ്പം നമുക്ക് ഈ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടല്ലോ ഈ റോക്സിൻ്റെ ഒക്കെ സൈഡിൽ ഈ എഡ്ജിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഹെയർ ഗ്രാസ് ഒക്കെ പ്ലാന്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഉണ്ടാവുക. എപ്പോഴും നിങ്ങൾ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നാച്ചുറൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക, നമ്മൾ നാച്ചുറൽ ഉള്ള പ്ലാന്റ്സിനെ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇത് തന്നെ നമ്മൾ കൺസിസ്റ്റൻസിൽ തന്നെ നമ്മൾ ചെയ്യാൻ നോക്കുന്നതായിരിക്കും നല്ലത്. സോ ഗായ്സ്, ഇത്രയൊക്കെയാണ് നമ്മുടെ ഹാർഡ്സ്കേപ്പിനെ കുറിച്ച്. നിങ്ങൾ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ടാങ്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കണ്ട. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യും വേണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.